അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ BDS ദന്തൽ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണം അധ്യാപകരുടെ ടോർച്ചറിംഗ് മൂലമാണോ അതോ ലോൺ ആപ്പിന്റെ കളിയാണോ? ഇതാണ് നമുക്ക് അറിയാൻ പാടില്ലാത്തത്. 2-3 ദിവസമായിട്ട് കേരളത്തിൽ ചൂട് പിടിച്ചിരിക്കുന്ന വാർത്തയാണ് നിതിൻ രാജിന് എന്താണ് സംഭവിച്ചത്. ഒരു വിഭാഗത്ത് പറയുന്നു നിതിൻ രാജിന്റെ അധ്യാപകർ ജാതി വെറിയും, അതായത് അച്ഛന്റെ അമ്മയുടെയും തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിച്ച് കണ്ട് അപമാനിച്ചു എന്ന് പറയുന്നുണ്ട്. മറ്റൊരു ഭാഗം പറയുന്നത് ലോൺ ആപ്പുകളിൽ ലോൺ എടുത്തിട്ട് ഭീഷണികൾ വന്നതിനെ തുടർന്നാണ് നിതിൻ രാജ് ആത്മഹത്യ ചെയ്തതെന്നാണ്. എന്നാൽ എന്താണ് ശരിക്കും വാസ്തവം? നമുക്ക് അതിലേക്ക് കടക്കാം. ആദ്യമായി നമുക്കൊരു വീഡിയോ കണ്ടിട്ട് വരാം. ആ രീതിയിൽ മാനസിക പീഡനങ്ങൾ എൻ്റെ മോൻ അവിടെ ഒരുപാട് അനുഭവിച്ച് സാറന്മാരോടെ കംപ്ലയിൻറ്റ് ചെയ്താൽ പറഞ്ഞു ഒന്നും കംപ്ലയിൻറ്റ് ചെയ്യില്ലേ, ഒന്നും പറയില്ലേ, വഴക്കിനൊന്നും ഇറങ്ങണ്ട, പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി ഊപ്പാട് വരും. ഇവിടെ പണച്ചാക്കുകളാണ് പഴയ പ്രിൻസിപ്പാൾ പറഞ്ഞത് ഇവിടെ പഠിക്കണത്. എൻ്റെ ഫോണിൽ കൂടെ എന്നോട് പറഞ്ഞത് പഴയ പ്രിൻസിപ്പാൾ പറഞ്ഞത് പണച്ചാക്കുകളാണ് പഠിക്കുന്നത്. അവന് ഈ കോളേജിൻ്റെ പുറത്ത് വെച്ച് അവർ അപായപ്പെടുത്തിയ ഞങ്ങൾ ഉത്തരവാദികളല്ല. തന്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികളുടെ ജാതിയുടെയും മതത്തിന്റെയും നിറത്തിന്റെയും അതേപോലെ മാതാപിതാക്കളുടെ തൊഴിലിന്റെയും അടിസ്ഥാനത്തിൽ വിദ്യ പകർന്നു കൊടുക്കുന്നവർ ആ വിദ്യ തന്നെ 2 രീതിയിൽ പകർന്നു കൊടുത്താലുള്ള അവസ്ഥയോ, പബ്ലിക്കായിട്ട് അത് പൊതുസമൂഹത്തിൽ മറ്റു വിദ്യാർത്ഥികളുടെ മുന്നിൽ വച്ചിട്ട് അവരെ അപമാനിച്ചാലോ എങ്ങനെയുണ്ടാകും? ആ അപമാനിക്കപ്പെടുന്ന വിദ്യാർത്ഥികളുടെ മനസ്സ് എത്രത്തോളം നീറിയിട്ടുണ്ടാകും? തന്റെ അച്ഛന്റെ അമ്മയുടെയും തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് കേട്ട അപമാനം വളരെ കൂടുതലാണ്. കാരണം നിതിൻ രാജിന്റെ അമ്മയ്ക്ക് തൊഴിലുറപ്പാണ് ജോലി, അച്ഛന് പെയിന്റിംഗ് പണിയാണ്. ഒരു കുടുംബത്തിന്റെ സ്വപ്നമാണ് അവർ ഇല്ലാതാക്കിയത്. 2 ഡോക്ടേഴ്സാണ് അവന്റെ ജീവൻ ഇല്ലാതാക്കാൻ കാരണക്കാര്. അത് ആരൊക്കെയാണെന്നോ? ഡോക്ടർ റാമും ഡോക്ടർ സംഗീത നമ്പ്യാരും. ഈ 2 പേരും ഇപ്പോൾ ഒളിവിലാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ നിതിൻ രാജിന്റെ മരണത്തിന് ശേഷമാണ് ആ കോളേജിലെ പല വിദ്യാർത്ഥികളും ഡോക്ടർ റാമിനെതിരെ രൂക്ഷമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുന്നത്. കാരണം മെലിഞ്ഞിരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നീ എന്താ ക്യാൻസർ പേഷ്യന്റ് ആണോ, കറുത്തു കഴിഞ്ഞാൽ നീ എന്താ ബ്ലാക്കി ആണോ, ഇത്തരത്തിലുള്ള അപമാനിക്കുന്ന രീതിയിലാണ് ഡോക്ടേഴ്സ് സംസാരിച്ചിരുന്നത്. അപ്പോൾ അവരത് പരാതിപ്പെട്ടപ്പോൾ മാനേജ്മെന്റ് യാതൊരുവിധ നീക്കുപോക്കുകളും നടത്തിയിട്ടില്ല. എന്തെങ്കിലും ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ മാനേജ്മെന്റ് അല്ലേ അത് തീരുമാനിക്കേണ്ടത്, അല്ലെങ്കിൽ അതിലൊരു നടപടി സ്വീകരിക്കേണ്ടത്. കൊടുത്ത പരാതി ചവിട്ടുകൊട്ടയിൽ വലിച്ചെറിയുന്ന പോലെയാണ് അവിടെ കാണിക്കുന്ന ഓരോ രീതികളും. നമുക്ക് ഒരു വിദ്യാർത്ഥികളുടെ വാക്കുകൾ കേട്ടിട്ട് വരാം. ഇതിനുശേഷം എനിക്ക് പറയാനുള്ള, ഒരാളുടെ മരണത്തിന് ശേഷം മാത്രമാണ് ആ ഒരു കോളേജിൽ നടക്കുന്ന ജാതി വെറിയന്മാരുടെ അവരുടെ സംഭാഷണങ്ങൾ എത്രത്തോളം ഭീകരമാണെന്നുള്ളത് വെളിപ്പെടുന്നത്. പ്രതികരണശേഷി നഷ്ടപ്പെട്ടു പോയ ഒരു സമൂഹത്തിൽ ജീവിക്കുന്നതിന്റെ ഒരു കുഴപ്പമാണിത്. കാരണം ഇതിനു മുമ്പ് പല വിദ്യാർത്ഥികൾക്കും പല രീതിയിലും ഇതുപോലെ ആക്ഷേപം ഉയർന്നു വന്നിട്ടുണ്ട്. ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് തന്റെ ജാതി, തന്റെ മതം, ഇതെല്ലാം കുട്ടികളോട് ചോദിക്കേണ്ട ആവശ്യം എന്താണ് ഇരിക്കുന്നത്? തന്റെ അച്ഛന്റെ അമ്മയുടെയും ജോലി എന്താണെന്ന് ചോദിച്ച് ഒരാളോട് ജോലി ചോദിക്കുന്നത് തന്നെ ഒരാളെ എങ്ങനെ രീതിയിൽ സമീപിക്കണം, അയാൾക്ക് എത്രത്തോളം ഡിസ്റ്റൻസ് ഇടണം, അയാൾക്ക് എത്രത്തോളം മൂല്യം കൽപ്പിക്കണം എന്നതിന്റെ ചിന്തയിലാണോ ഡോക്ടർ റാമും സംഗീത നമ്പ്യാരും ഒരു വിദ്യാർത്ഥിയോട് പെരുമാറേണ്ടത്? അങ്ങനെയല്ലല്ലോ. വിദ്യ പകർന്നു കൊടുക്കേണ്ടവർ ചെയ്തു കൊടുക്കേണ്ട കുറച്ച് ധാർമ്മികതയുണ്ട്. അത് കുട്ടികളോട് കാണിക്കേണ്ടതാണ്. കുട്ടികളുടെ മാതാപിതാക്കളുടെ തൊഴിലിന്റെ അടിസ്ഥാനത്തിലും ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ പണ്ടത്തെ തൊട്ടു തീണ്ടായ്മയല്ലല്ലോ ഇപ്പോൾ. അവിടെ നിന്നൊന്നും ഇവർക്ക് ബസ് കിട്ടാത്തതിന്റെ കുഴപ്പമാണോ? നമ്മൾ ഇതേപോലെ തന്നെ ജനഗണമന എന്നൊരു മൂവി കണ്ടതാണ്. ആ മൂവിയിൽ ഇതേപോലെ തന്നെ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു കുട്ടീനെ ക്രൂരമായിട്ടും അധിക്ഷേപിക്കുന്ന രംഗം നമ്മൾ കണ്ടതാണ്. അതൊരു സിനിമയാണ്. പക്ഷേ ചില സിനിമകൾ വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയതാണെങ്കിലും അതിന്റെ റിയാലിറ്റി ഇപ്പോഴാണ് ജനങ്ങളിലേക്ക് എത്തുന്നത്. കാരണം ചില സിനിമകൾ ആ സിനിമയായിട്ട് കാണണം, ശരിയാണ്. പക്ഷെ സിനിമയായിട്ട് കാണുമ്പോൾ അതിലെ റിയാലിറ്റി വർഷങ്ങൾക്ക് മുന്നേ, കാലങ്ങൾക്ക് മുന്നേ സഞ്ചരിച്ച കാര്യങ്ങളാണ്. ഒരു കുട്ടീനെ ഇപ്പോൾ നിതിൻ രാജിന്റെ മരണത്തിന് കാരണക്കാർ ആരാണെന്ന് അറിയില്ല. അവിടുത്തെ പ്രിൻസിപ്പൽ പോലും പറഞ്ഞത് എന്താണെന്നോ അയാൾക്കൊന്നും അറിയില്ലെന്നാണ്. അപ്പോൾ തനിക്ക് ഉത്തരവാദിത്വമുള്ള ഒരു സ്ഥലത്ത് ഇത്രയും അനീതികൾ നടക്കുമ്പോൾ അതെന്താണെന്ന് അറിയാനുള്ള, അല്ലെങ്കിൽ അറിയില്ല എന്ന് പറയുമ്പോൾ ആ സ്ഥാനത്ത് ഇരിക്കാൻ അയാൾ അർഹനാണോ? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് നിതിൻ രാജിന്റെ ഓഡിയോ ക്ലിപ്പ് കേട്ടിട്ട് വരാം. എന്തൊക്കെ വന്നാലും ഞാനൊരു ഡോക്ടറായിട്ടേ ഇതിന്റെ പടി ഇറങ്ങൂ എന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ ഒരു കുട്ടി എങ്ങനെയാണ് ആത്മഹത്യ ചെയ്യുന്നത്? നമുക്ക് അവന്റെ ഓഡിയോ ക്ലിപ്പ് കേട്ടിട്ട് വരാം വീഡിയോയിലേക്ക്. എനിക്ക് ഉറപ്പൊന്നുമില്ല. എനിക്കും പിന്നെ പോലെ ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് പഠിക്കുന്ന ഗ്രാജുവേറ്റഡ് ആകണം, ഡോക്ടറായി ഇറങ്ങണം.
അതിപ്പോൾ ഇനി ആരൊക്കെ തളർത്താണ്ടായിരുന്നെങ്കിലും അവിടെ നിന്ന് പഠിച്ചിറങ്ങാൻ ഒരു മനസ്സുണ്ടെങ്കിൽ അത് എന്തായാലും നേടി. മരിക്കുന്നതിന്റെ ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് അവൻ തന്റെ ചേച്ചിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വൈകിട്ട് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ ഇന്ന് വീട്ടിൽ വരും എന്ന് തന്നെയാണ് അവൻ ഉറപ്പിച്ചു പറഞ്ഞത്. പ്രിൻസിപ്പൽ ഇന്നലെ ഒരു മീഡിയയ്ക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സ്റ്റേറ്റ്മെന്റ് പറയുന്ന ഒന്നാമത്തെ കാര്യം, അവൻ ഫോൺ അവിടെ വെച്ചിട്ട് പോയി എന്ന് പറയുന്നുണ്ട്. ഒരിക്കലും ഫോൺ അവൻ അവിടെ വെച്ചിട്ട് ഒരു സ്റ്റുഡൻസും വെച്ചിട്ട് പോകില്ല. ഫോണ് അവർ പിടിച്ചു വാങ്ങിച്ച് വെച്ചതായിരിക്കും. അതിനകത്ത് എന്തൊക്കെ നടന്നിട്ടുണ്ടായിരുന്നെന്നോ ആരൊക്കെ ഉണ്ടായിരുന്നെന്നോ ഇവരെന്ത് സംസാരിച്ചെന്നോ ഉള്ള ഒരു ഡീറ്റെയിൽസ് അവർ പറഞ്ഞിട്ടില്ല. പോരാത്തതിന് അവ അവിടെ നിന്ന് ചാടിയ പൊക്കം ഇപ്പോൾ കണ്ട വീഡിയോസിലൊക്കെ വെച്ചിട്ട് അവ അവിടെ നിന്ന് ചാടിയത് എത്രത്തോളം ദൂരത്തിൽ, അവിടെ നിന്ന് വീണ് കഴിഞ്ഞാൽ വീണതൊരു കെട്ടുകല്ലിൻ്റെയൊക്കെ പുറത്താണ്. അവിടെ ബ്ലഡിൻ്റെ ഒരു സാമ്പിളോ ഒന്നുമില്ല. അതുപോലെ അവരെ കൊണ്ടുപോയി കൊടുത്ത ട്രീറ്റ്മെൻറ്റ് എന്താണ്, മെഡിക്കൽ കോളേജിൽ 2 മണിക്കൂറോളം ഇട്ടിരുന്നെന്ന് പറയുന്നത്. എന്നിട്ട് ബ്ലഡ് ഗ്രൂപ്പ് അറിയാൻ വയ്യാതെ ഒരു മെഡിക്കൽ കോളേജിൽ ഒരാളുടെ ബ്ലഡ് ഗ്രൂപ്പ് അറിയാൻ എത്ര സമയം വേണം? എന്നിട്ട് 5 പാക്കറ്റ് ബ്ലഡ് അടിച്ച് അവൻ എന്ത് ട്രീറ്റ്മെൻറ്റ് അവർ കൊടുത്തു, ഫസ്റ്റ് എയ്ഡായിട്ട് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു എന്ന് ഞങ്ങൾക്ക് അറിയണം. കാലിലൊരു ഫ്രാക്ചർ കണ്ടുനിന്ന ദൃക്സാക്ഷികൾ പറഞ്ഞു, കുട്ടികൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചി കാലിലൊരു ഫ്രാക്ചറേ ഉണ്ടായിരുന്നുള്ളൂ, അവന് വേറെ മറ്റു വലിയ ഇതായിട്ട് നമുക്ക് തോന്നിയില്ല എന്ന് പറഞ്ഞ്. അതൊന്നും അവർ ഒരു ക്ലാരിഫിക്കേഷനും തന്നിട്ടില്ല. അവൻ്റെ പൊട്ടിയൊരു കണ്ണാടി അവിടുത്തെ ഒരു വരാന്തയിൽ വെച്ചേക്കുന്ന ഒരു ഫോട്ടോ സഹിതം ഇപ്പോൾ വന്നിട്ടുണ്ട്. അതൊന്നും അവർ ടച്ച് ചെയ്തിട്ടില്ല. അവരൊന്നും അതിനെക്കുറിച്ച് പറഞ്ഞു. പ്രിൻസിപ്പൾ വീട്ടിൽ വിളിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രിൻസിപ്പൾ വീട്ടിൽ വിളിക്കാൻ ശ്രമിച്ചു, ഫോൺ സ്വിച്ച് ഓഫ്. അത് വെച്ച് അവരങ്ങ് കാര്യം കഴിച്ച്, അത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. എങ്കിൽ പിന്നെ അവൻ അടുത്ത് നിന്ന് അവൻ്റെ കോളേജിനകത്ത് അവർ വിളിച്ച് സംസാരിപ്പിക്കുന്നുണ്ടല്ലോ. അടുത്ത് നിന്ന് അവൻ്റെ അടുത്ത് പറയാല്ല, നിൻ്റെ വീട്ടിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യാൻ പറ്റണ ഏതെങ്കിലും ഒരു നമ്പറിൽ വിളിച്ചിട്ട് ഞങ്ങൾക്ക് താ എന്നവർക്ക് പറയാമായിരുന്നു. പക്ഷെ അവരതൊന്നും പറഞ്ഞിട്ടില്ല. അവരതൊന്നും പറയാണ്ട് അവർ പറയണേ ഞങ്ങൾ പാരൻസിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു, ഫോൺ സ്വിച്ച്. അപ്പോൾ കുറേ ദിവസം ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു, അവരങ്ങനെ തന്നെ വെച്ചേക്കുക കാര്യം. അത് അവർ നമുക്ക് മെയിൽ അയച്ചിട്ട് ഇങ്ങനെ അറിയിക്കും ഇത്രയൊരു ഇൻസിഡൻറ്റ് അവിടെ ഉണ്ടായെന്ന്. അതൊന്നും അല്ല ചെയ്ത്. അതിനകത്ത് എന്തോ ഒരു വലിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇതിന് ടീച്ചറിന് വേണ്ടിയിട്ടൊന്നും, ടീച്ചറിനോടുള്ള സിമ്പതി കാരണം ടീച്ചറിന് ഇങ്ങനെ വന്നു പോയല്ലോ എന്ന് പറഞ്ഞ് അവ ആത്മഹത്യ ചെയ്യൂല. കാരണം അവനറിയാം, അവൻ്റെ വീട്ടുകാർക്ക് അറിയാമെന്നുള്ള കാര്യമാണ്. അതിനകത്ത് വെച്ച് അവനെ നല്ല രീതിക്ക് അവർ ടോർച്ചർ ചെയ്തിട്ടുണ്ട്. അവിടെ എന്ത് സംസാരിച്ചെന്നോ ഒന്നും പ്രിൻസിപ്പൾ അതിലൊന്നും പറയില്ല. പെട്ടെന്ന് പുള്ളി അങ്ങ് ഒഴിഞ്ഞു പോവുകയാണ് ചെയ്തത്. അതുപോലെ ഇപ്പോഴും നമുക്ക് അറിഞ്ഞുകൂടാ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അറിഞ്ഞൂടാ. ഇതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഈ ലതാ മാം അവൻ്റെ ക്ലാസ്സിലെ പിള്ളേരെടുത്ത് പോയിട്ട്, പക്ഷേ വൈകിട്ട് നിതിൻ രാജിന്റെ വരവും കാത്തിരുന്ന കുടുംബത്തിന് അല്ലെങ്കിൽ കുടുംബം കേട്ട വാർത്ത നിതിൻ രാജിന്റെ മരണ വാർത്തയാണ്. പ്രിൻസിപ്പലിന്റെ റൂമിൽ ചെന്നത് മാത്രമേ എല്ലാവർക്കും അറിയുകയുള്ളൂ. കുറെ നേരം പ്രിൻസിപ്പലിന്റെ റൂമിൽ ചെലവഴിച്ചു. അതിനുശേഷം എന്താണ് നിതിന് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് ചാടി എന്നാണ് പറയുന്നത്. അവൻ അങ്ങനെ ചാടുമോ, അവൻ അങ്ങനെ ആത്മഹത്യ ചെയ്യുമോ എന്നാണ് സഹപാഠികൾ പോലും ചോദിക്കുന്നത്. ഇതിലൊരു ദുരൂഹതയുണ്ടെന്നാണ് അവർ വാദിക്കുന്നത്. ശരിയാണ്, ദുരൂഹതയുണ്ട്. കോളേജ് ഇനി ഈ ഡോക്ടർ റാമിനെയും സംഗീത നമ്പ്യാരെ രക്ഷിക്കാൻ നോക്കിയത് കൊണ്ടാണോ ഇനി മറ്റൊരു ലോൺ ആപ്പിന്റെ കഥയുമായി രംഗത്ത് വരുന്നത്? ആ ലോൺ ആപ്പിന്റെ കഥ നിതിൻ രാജ് മരിച്ച ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പിൽ അടിച്ചിറക്കിയ ഒരു കഥയാണ്. ശരിയാണ്, ഭീഷണി സന്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും ആത്മഹത്യ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല നിതിൻ രാജ് എന്നാണ് നിതിൻ രാജിന്റെ അച്ഛനും അമ്മയും പറയുന്നത്. അമ്മയുടെ ചികിത്സയുടെ ആവശ്യത്തിനായിട്ട് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ലോൺ തിരിച്ചടവ് മുടങ്ങിയിട്ടുണ്ട്. ശരിയാണ്. പക്ഷേ മെസ്സേജുകൾ വന്നിരുന്നു. അതിനനുസരിച്ച് അത് കൊടുക്കാമെന്ന രീതിയിലായിരുന്നു നിന്നിരുന്നത്. അല്ലാതെ ഒരിക്കലും അവൻ ഒരു ആത്മഹത്യ ചെയ്യുന്ന വക്കിലേക്ക്, അതും ലോൺ ആപ്പിന്റെ ഭീഷണി ഭയന്ന് ആത്മഹത്യ ചെയ്യില്ല എന്ന് തറപ്പിച്ച് പറയുന്നുണ്ട് നിതിൻ രാജിന്റെ അച്ഛനും അമ്മയും. അപ്പോൾ ശരിക്കും ആരാണ് ഉത്തരവാദി? നിതിൻ രാജിന്റെ അച്ഛൻ തന്നെ പറയുന്നുണ്ട്, ഈ ഒരു ഇപ്പോഴത്തെ അന്വേഷണ ഉദ്യോഗസ്ഥരിൽ അവർക്ക് വിശ്വാസമില്ല എന്ന്. കാരണം കോളേജുകൾ എന്തൊക്കെയോ ആ കോളേജ് മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ഇതുവരെയായിട്ട് മാനേജ്മെന്റ് ആരാ എന്ന് പോലും അറിയില്ല, ആരാണ് എന്ന് പോലും അറിയില്ല. മാനേജ്മെന്റായിട്ട് യാതൊരു ബന്ധം കുട്ടികൾക്കില്ല, പ്രിൻസിപ്പലിന് പോലും ഇല്ല എന്നാണ് ഒരു കുട്ടിയുടെ വാദം. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? മാനേജ്മെന്റായിട്ട് യാതൊരു ബന്ധമില്ല, മാനേജ്മെന്റ് ആയിട്ട് പ്രിൻസിപ്പലിന് പോലും സംസാരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇത് മൊത്തത്തിലൊരു അടിമുടി ദുരൂഹതയല്ലേ? മറ്റൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കോളേജുകളിൽ, പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജുകളിൽ അനാട്ടമി ഡിപ്പാർട്ട്മെന്റിലാണ് നിതിൻ രാജ് ഇത്തരമായ ക്രൂരത നേരിട്ടതെന്നാണ് പറയുന്നത്. ഇതേപോലെ തന്നെ മറ്റൊരു വർഷങ്ങൾക്ക് മുമ്പ് വെറ്റിനറി കോളേജില് ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു, സിദ്ധാർത്ഥിന്റെ ആത്മഹത്യ. സിദ്ധാർത്ഥിനെ പക്ഷെ റാഗിങ് ചെയ്താണ് കൊന്നതെങ്കിൽ, SFIക്കാരാണ് കൊന്നതെങ്കിൽ, ആ മരണത്തിന് കാരണമെങ്കിൽ, ഇവിടെ നിതിൻ രാജിന്റെ മരണത്തിന്റെ കാരണക്കാരെന്ന് പറയുന്നത് 2 അധ്യാപകരാണ്. ശരിക്കും പറഞ്ഞാൽ അവരുടെ മുന്നിൽ ഡോക്ടർ എന്നൊരു പദവിയുണ്ട്. ആ പദവി വിളിക്കാനായിട്ട് ഇവർ അർഹരാണോ? പ്രബുദ്ധ കേരളത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു വാർത്ത വരുന്നത്. അങ്ങ് നോർത്ത് ഇന്ത്യയിലല്ല, ഇവിടെ കൊച്ചു കേരളത്തിലാണ്. ദൈവത്തിന്റെ സ്വന്തം നാടായ മലയാളികൾ എപ്പോഴും പറയുന്ന, നമ്മുടെ ദൈവത്തിന്റെ
ദൈവത്തിന്റെ സ്വന്തം നാട്, നമുക്കിടയിൽ ജാതിയില്ല, മതമില്ല, നമ്മളെല്ലാം ഒറ്റക്കെട്ടാണെന്ന് പറയുമ്പോഴും നമുക്ക് ഇപ്പോഴും ഉറച്ചു തന്നെ അല്ലെങ്കിൽ ഉറപ്പിച്ചു തന്നെ അങ്ങനെ സംസാരിക്കാൻ പറ്റുമോ? ഇവിടെ ജാതിയുണ്ട്, മതമുണ്ട്. കാരണം ചില ആളുകളെ കാണുമ്പോൾ ഇപ്പോഴും പഴയ തൊട്ടു തീണ്ടായ്മ അവരുടെ മനസ്സിൽ അലയടിച്ചു വരുന്നുണ്ട്. അതിന്റെ ചിന്ത തന്നെയാണ് ഇപ്പോഴും എപ്പോഴും അവർക്ക് തന്നെ ഒരു പടി മുന്നിലാണ്, മറ്റുള്ളവർ ഒരു പടി താഴ്ന്നയാണ്. അങ്ങനെയുള്ള ഒരു ചിന്തയുള്ള ആളുകൾ ഒരു ഡോക്ടേഴ്സിന്റെ പദവി അലങ്കരിക്കുമ്പോൾ, ഒരു അധ്യാപകരാകുമ്പോൾ തനിക്ക് മുന്നിൽ വന്നിരിക്കുന്ന കുട്ടിയുടെ നിറത്തിന്റെ അടിസ്ഥാനത്തിൽ പോലും ആ അധ്യാപകർക്ക് വേർതിരിവുണ്ടാകും. അവനോട് പറഞ്ഞ ഒരു വാക്കുകളുണ്ട്, നീ മര്യാദയ്ക്ക് അല്ലെങ്കിൽ നീ ഇവിടുന്ന് പഠിച്ച് പുറത്തിറങ്ങില്ല, ഈ ഗേറ്റിന് പുറത്ത് നിനക്ക് 2 കാലുകൾ കൊണ്ട് സഞ്ചരിക്കാൻ പറ്റില്ല, ഒരു ഡോക്ടർ ആവാൻ നിനക്ക് പറ്റില്ല. എന്തുകൊണ്ട്? അവൻ ഒരു താഴ്ന്ന ജാതിക്കാരനായതുകൊണ്ട്. താഴ്ന്ന ജാതിക്കാരന് ഡോക്ടർ ആകാൻ പാടില്ലേ? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവിടെ ഇത്രയും നാളായിട്ടും പഴയ താഴ്ന്ന ജാതി ഉയർന്ന ജാതി എന്നൊരു ചിന്ത മാറ്റാൻ ഇവർക്കായില്ല എന്നുണ്ടെങ്കിൽ ഇവരെല്ലാം ഡോക്ടേഴ്സിന്റെ പദവി അലങ്കരിക്കാനും അധ്യാപകരാകാനും അർഹതപ്പെട്ടവരാണോ? യഥാർത്ഥത്തിൽ നിതിരാജിന്റെ മരണം ലോൺ ആപ്പുകളുടെ തലയിൽ കെട്ടിവെക്കാൻ ഒരു വിഭാഗം ശ്രമിക്കുമ്പോൾ അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞ് കൂടുതൽ വിദ്യാർത്ഥികൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്ന് സംസാരിക്കുകയാണ്. മാനേജ്മെന്റിന്റെ അഭാവവും ഡോക്ടേഴ്സിന്റെ ജാതി വെറിയും എല്ലാം തന്നെയാണ് നിതിൻ രാജ് എന്ന ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു കുട്ടീനെ മരണത്തിലേക്ക് തള്ളിവിട്ടത്. ഇനി ഇതൊരു അവസാന നിതിൻ രാജ് ആകുമോ? അതോ ഇനിയും ഇതുപോലെ ഒരുപാട് നിതിൻ രാജുകൾ ഉണ്ടാകുമോ? കാരണം ഡോക്ടർ റാമും സംഗീത നമ്പ്യാർ ഉൾപ്പെടെയുള്ള ജാതി വെറിയന്മാർ നമ്മുടെ ചുറ്റുമുണ്ട്. ആ ജാതി വെറിയന്മാരുടെ ജാതി വെറി അവസാനിച്ചാൽ മാത്രമേ ഇരകളുടെ ഈ മരണവും അവസാനിക്കുകയുള്ളൂ. പ്രബുദ്ധ കേരളത്തിലെ മലയാളികൾ, നിങ്ങൾ ഓർത്തു വെച്ചോളൂ, നമുക്കിടയിൽ തന്നെ ഈ മുഖംമൂടിയാണ് ജാതി വെറിയന്മാർ ഉണ്ട്. അത് ഉയർന്ന ജാതി താഴ്ന്ന ജാതി എന്ന ചിന്ത അവരുടെ കുഞ്ഞുനാളിലെ അവരുടെ മനസ്സിൽ കുത്തിക്കേറ്റ് ഇൻജെക്ട് ചെയ്ത് വച്ചതിന്റെ ഫലമാണ്. ഇതെല്ലാം മാറണം, മാറുക തന്നെ ചെയ്യും.